ശ്രീമദ് ഭാഗവതം ക്ലാസ് 132 ഇത് സ്കന്ധം 6 13ാമത്തെ അധ്യായമായിട്ട് ഇന്ദ്രന്റെ തിരോധാനവും പാപനിവൃത്തിയുമാണ്. ഇന്ദ്രൻ ഒരു ബ്രാഹ്മണനായ വൃത്രാസുരനെ വധിച്ചു. അപ്പം ഒരു പാപം അദ്ദേഹത്തിനുണ്ട്. അപ്പം വൃത്രാസുരനെ വധിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാപം ഉണ്ടാവും. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിലെ ശക്തിവിശേഷമാണ്. ഭൗതിക ലോകത്തിലെല്ലാം ഞാനെന്ന ചിന്ത വെച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പം ഞാനെന്ന ചിന്ത വെച്ചിട്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സിന് ആ പാപം അലട്ടും. അതാണ് ബ്രഹ്മഹത്യ പാപം എന്നെല്ലാം പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ബ്രഹ്മത്തെ തന്നെയാണ് ഹത്യ ചെയ്യുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണമായ ശക്തിവിശേഷം. ആ നിർഗുണമായ ശക്തിവിശേഷമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായി മാറിയത്, വൃത്രാസുരനുമായിട്ട് മാറിയത്. അപ്പം യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ തന്നെയാണ് വധിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മഹത്യാപാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ദ്രൻ അവിടെ ബ്രഹ്മഹത്യാപാപം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള പ്രവൃത്തിയെല്ലാം വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ആ പറഞ്ഞതിന് അർത്ഥം വൃത്രാസുരവധം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ വസ്തു ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ആദ്യം ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഓക്സിജൻ പോലായ വാതകങ്ങളാണ്. കാരണം ആദ്യമുള്ളത് ചെറിയ ഹൈഡ്രജൻ ഓക്സിജൻ ഇതെല്ലാം കൂടിയിട്ട് വാതകങ്ങളാണ് ഉണ്ടാവുക. പിന്നെയാണ് വ്യത്യസ്തമായിട്ട് കൂടിച്ചേർന്നിട്ട് ജലമാരിയുള്ളത് ഉണ്ടാകുന്നത്. ജലത്തിൽ രണ്ട് തരം ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജൻ വാതകത്തിൽ ഹൈഡ്രജനേ ഉള്ളൂ, ഓക്സിജൻ വാതകത്തിൽ 2 ഓക്സിജൻ. അങ്ങനെയാണ് ആദ്യം ഉണ്ടായതിൽ. പിന്നെ വ്യത്യസ്ത തരമായിട്ട് കൂടിയിട്ടാണ് ആദ്യം ഉണ്ടാകുന്ന. അപ്പം ജലമായിട്ട് എത്തിയെടുക്കാം. അപ്പോഴാണ് ഹൈഡ്രജൻ തന്മാത്രയെ ഓക്സിജൻ തന്മാത്രയിലേക്ക് വേർപെടുത്തിയിട്ട് ഒരു H2 എന്നുള്ള 2 വ്യത്യസ്തരമായ ആറ്റങ്ങൾ കൂടിയിട്ടുള്ള വസ്തു ഉണ്ടായത്. അവിടെയാണ് വൃത്രാസുരനെ വധിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത്. അപ്പം ഭൂമിയെ പ്രപഞ്ചത്തിൽ ആദ്യം ജലമുണ്ടായി. ജലമുണ്ടായത് ജീവജാലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജലമുണ്ടാവണം, അത് ഉറപ്പാണ്. ഇന്നും നമ്മൾ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ജലമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവിടെ ജീവന സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ജലമുണ്ടായതിന് ജലത്തിൻ്റെ സപ്പോർട്ടിലാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ജലമാണ് ആദ്യം ഉണ്ടായത്. ആ ജലമുണ്ടായ ഉടനെ എന്താവില്ല, ജീവജാലങ്ങളായിട്ട് മാറില്ല. അത് കുറേ ആ ജലമായത് തന്നെ ഹൈഡ്രജൻ ഓക്സിജൻ പോലായവ ജലമായത് തന്നെ, വ്യത്യസ്ത ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ജലമായത് തന്നെ ഏകദേശം 360 ദിവസം കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ജലമുണ്ടായതിൻ്റെ ശേഷം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് കുറേ വർഷങ്ങളെടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ പിന്നെ ഈ പാപം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറയുന്നത്. ഇന്ദ്രനാണല്ലോ പുതിയ പുതിയ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം. അപ്പം കുറേ കാലം ജീവജാലങ്ങളെയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഇന്ദ്രന് വലിയ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഈ കഥയിൽ വൃത്രാസുരനെ വധിച്ചുകൊണ്ടുള്ള ശാപം ഒഴിവാക്കാൻ വേണ്ടി ഇന്ദ്രൻ പോയത് മാതിരി ഇതെല്ലാം വിട്ടു പോകുന്ന മാതിരി ചിത്രീകരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ 1ാമത്തെ മന്ത്രത്തിലെ ശുഗൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ശുഗൻ പറയുകയാണ്, വൃത്രൻ വധിക്കപ്പെട്ടപ്പോൾ ത്രിലോകവാസികൾ, ദേവേന്ദ്രൻ ഒഴിച്ചിട്ടുള്ള മറ്റുള്ള എല്ലാ ജനങ്ങളും പാലകരോടൊപ്പം, അവരെ പരിപാലിക്കുന്ന മറ്റുള്ളവരോടൊപ്പം അവർക്ക് എന്തായി, ആ ശല്യം തീർന്നു കിട്ടി. ശല്യം തീർന്നത് കൊണ്ട് സുഖം ലഭിച്ചവരായി വർദ്ധിച്ചു.
അപ്പോൾ വൃത്രം നശിച്ചല്ലോ, അസുരം നശിച്ച്. അതുകൊണ്ട് അവരെ ശല്യമെല്ലാം തീർന്ന് അവരെല്ലാം സുഖമുള്ളവരായിട്ടും ഭവിച്ചു. ഇനി 2 അവിടെ ഒത്തുകൂടിയിരുന്ന ദേവന്മാര്, മഹർഷിമാര്, പിതൃക്കള്, പിന്നെ അനുചരന്മാര്, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ മുതലായവർ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക്, സ്ഥലത്തേക്ക് മടങ്ങി. വീട് എന്നുള്ള സ്ഥലത്തേക്ക് മടങ്ങി. അപ്പൊ 3 പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ഇന്ദ്രനുണ്ടായ വലിയ ഒരു വല്ലായ്മ, ഇന്ദ്രനൊരു വലിയ വല്ലായ്മ ഉണ്ടായിരുന്നു. അതാണല്ലോ ഇന്ദ്രൻ അതിൽ പങ്കെടുക്കാൻ. ഇന്ദ്രനൊഴിച്ച് ബാക്കി എല്ലാവർക്കും സമാധാനമായി എന്നാണ് പറഞ്ഞത്, സുഖമായി. അപ്പൊ ഇന്ദ്രൻ എന്തോ വല്ലായ്മയുണ്ട്. ആ വല്ലായ്മയുടെ കാരണം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ദേവന്മാർക്കെല്ലാം സുഖം തേടിക്കൊടുത്ത ഇന്ദ്രന് എങ്ങനെയാണ് സങ്കടമുണ്ടായത്? എല്ലാ ദേവന്മാർക്കും നേടിക്കൊടുത്തു അവരാഗ്രഹിക്കുന്ന സുഖം. അവരുടെ ആഗ്രഹം ആസുരനെല്ലാം കൊന്നിട്ടു, ആ വൃത്രാസുരനെ കൊന്നിട്ടു. പിന്നെ അതുകൊണ്ട് ഇത്ര സന്തോഷിക്കുകയല്ല വേണ്ട, അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തല്ലോ. ഇപ്പൊ 4 ശുഗൻ പറയുകയാണ്, വൃത്രാസുരന്റെ പരാക്രമത്തിൽ ഉദ്യോഗം കൊണ്ട ദേവന്മാരെല്ലാം പണ്ട് വൃത്രാസുര പരാക്രമെല്ലാം കാട്ടിയപ്പോൾ ദേവന്മാരെല്ലാം കൂടിയിട്ട് അവന്റെ വധത്തിനായി ഇന്ദ്രനെ സമീപിച്ചിരുന്നു. ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പൊ രാജാവിനെയാണല്ലോ സമീപിക്കേണ്ടത്, അല്ലെ നേതാവാണ്. അപ്പൊ അവരെല്ലാം ദേവന്മാരെല്ലാം വൃത്രാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ സമീപിച്ചിരുന്നു. ബ്രാഹ്മണമതം യഥാർത്ഥത്തിൽ ഇന്ദ്രൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇങ്ങനെയൊരു ബ്രാഹ്മണനെ കൊല്ലണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ രാജാവായി പോയോണ്ടാണ് അദ്ദേഹം കൊന്നത് എന്നാണ് പറയുന്നത്. ഇന്ദ്രൻ പറഞ്ഞു 5 വിശ്വരൂപൻ എന്ന ആചാര്യനെ കൊന്നതിലുള്ള മഹാപാപം. അപ്പൊ അതിന് മുമ്പിൽ വേറൊരു വലിയൊരു ഗുരുവിനെ കൊന്നിട്ടുണ്ട് ഇന്ദ്രൻ. പക്ഷെ ആ പാപമെല്ലാം 4 വീതിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഒരു മഹാപാപം ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അത് ഭൂമി, സ്ത്രീ, ജലം, വൃക്ഷങ്ങൾ എന്നിവർക്കെല്ലാം അവരുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് അവർക്ക് വീതിച്ചു നൽകി. അവർ ഏറ്റെടുക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഭൂമി, സ്ത്രീ, ജലം, വൃക്ഷങ്ങൾ എന്നിവർക്ക് 4 വീതിച്ചു കൊടുത്തത്. ഇന്ദ്രന്റെ പാപം മുഴുവൻ അവർക്കാണ് വീതിച്ചു കൊടുത്തത്. എന്നാൽ വൃത്രനെ ഇപ്പം കൊന്നു കഴിഞ്ഞാൽ ആ പാപം ഞാനെങ്ങനെ തുടച്ചു നീക്കുന്നതാണ് ഇന്ദ്രന്റെ സംശയം. അപ്പോൾ 6 ഋഷികളെല്ലാം അത് കേട്ടിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, അശ്വമേധം കൊണ്ട് ഞങ്ങൾ അത് ഇല്ലാതായിക്കോളാം. നീ പേടിക്കൊന്നും വേണ്ട, നമ്മൾ അശ്വമേധ യാഗം നടത്താം, നീ പേടിക്കരുത്, അങ്ങേക്ക് ശുഭമുണ്ടാകട്ടെ. നമ്മൾ അശ്വമേധ യാഗത്തിലൂടെ നിന്റെ പാപം ഇല്ലാതായിക്കോളാം, അങ്ങേക്ക് ശുഭം ഉണ്ടാകട്ടെ. 7 പറയുകയാണ്, അശ്വമേധം കൊണ്ട് അന്തരാമിയും പരബ്രഹ്മരൂപിയും, അന്തരാമിയായിരിക്കുന്ന പരമാത്മാവ് അല്ലെ ശ്രീഹരി, പരബ്രഹ്മരൂപം, ശ്രീഹരി പരബ്രഹ്മത്തിന്റെ രൂപം തന്നെയാണ്, സമസ്തത്തിനെ നിയന്ത്രിക്കുന്ന നിയന്താവാണ്. ആ നാരായണനെ ആരാധിച്ചിട്ട് ലോകത്തെ കൊന്നൊടുക്കിയ പാപത്തിൽ നിന്ന് പോലും മുക്തമാകും. ആ അശ്വമേധ യാഗത്തിലൂടെ ശ്രീഹരിയെ ആരാധിച്ചാൽ ലോകം മുഴുവൻ കൊന്നൊടുക്കിയാലും ഒരു പാപം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഉദാഹരണം പറയുകയാണ്. 8 മുതൽ 9 വരെ ബ്രാഹ്മണനെ കൊന്നവൻ, അച്ഛനെ കൊന്നവൻ, ഗുരുവിനെ കൊന്നവൻ, പശുവിനെ കൊന്നവൻ, ഇങ്ങനെ എന്ത് കൊടും പാപമായാലും, പട്ടിയെ കൊന്നു തിന്നുന്ന ചണ്ടാളനായാലും ശ്രീഹരിയുടെ നാമകീർത്തനത്താൽ ശുദ്ധമാകും. അത് നേരത്തെ പറഞ്ഞതാണ്. ഏത് പാപവും ശ്രീഹരിയുടെ നാമം ചൊല്ലിയാൽ, ശ്രീനാരായണന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പോകുമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നാമ ഉച്ചരിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ
ഇന്ദ്രന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധയോടെ നടത്തപ്പെടുന്ന അശ്വമേധത്താൽ ബ്രാഹ്മണനടക്കം ചരാചരങ്ങളെ കൊന്നാലുണ്ടായ, ആരെ കൊന്നാലും അതിന്റെ പാവമൊന്നും നിങ്ങളെ ഏൽക്കുകയില്ല. ആരെ കൊന്നാലും, ബ്രാഹ്മണനല്ല ആരെ കൊന്നാലും ആ പാവമൊന്നും ഏൽക്കുകയില്ല. നാരായണ ഉച്ചരിച്ചാൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിലും പിന്നെ ആ നാരായണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അശ്വമേധയാഗം നടത്തിയ കാരണം എന്തുകൊണ്ടാണ്? ആ ദുഷ്ടനെ കൊന്നത് കൊണ്ട് എന്ത് വരാനാണ്? അത് ദുഷ്ടനാണ്. ദുഷ്ടന്മാരെ കൊന്നു കഴിഞ്ഞാല്, കാരണം അർജുനനെ കൊണ്ടും കൃഷ്ണൻ പറഞ്ഞ എന്താണ്? ആ ദുഷ്ടന്മാരെയെല്ലാം കൊല്ലുന്നതാണ്. ഇത് 10 ശുഗൻ പറയുകയാണ്. അപ്പോഴെന്താണ് ഇത്? അശ്വമേധയാഗം. അശ്വമേധയാഗം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനൊന്നും അർത്ഥം മനസ്സിലായിട്ടില്ല. അശ്വം എന്ന് പറയുമ്പോൾ കുതിരയായിട്ടാണ് എടുക്കുന്നത്. കുതിര എന്നത് കുതിര ശക്തിയാണ്, ഫോഴ്സാണ്. മേധം എന്ന് മേധസ്, കുതിരയുടെ മേധസ് എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ ശരീരം ചുട്ടുനിന്നാലാണ് അശ്വമേധയാഗം എന്നെല്ലാം പറഞ്ഞിട്ട് അശ്വമേധയാഗം കുതിരേനെ ചുട്ടുനിന്ന് യാഗം നടത്തിയിട്ട് കുതിരേനെ ചുട്ടുന്ന തരത്തിലായിട്ട് പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. പക്ഷെ അതേസമയം യജുർവേദത്തിൽ പറയുന്നുണ്ട്, കുതിര ചുട്ട് നിന്ന എന്ന് ആരെങ്കിലും പറയുന്നതെങ്കിൽ അവർ പാപിയാണ്, അവൻ അജ്ഞാനിയാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുതിരയെ ചുട്ട് നിന്നല്ല അശ്വമേധയാണ്. അശ്വം എന്ന് പറഞ്ഞാൽ ബലം. കുതിരന്റെ മാംസമല്ല, മേധസ്സല്ല, ബലത്തിന്റെ പിന്നിലുള്ളതാണ് ഫോഴ്സ്. അശ്വം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ഫോഴ്സിന്റെ പിന്നിലുള്ള എന്താണ്? ശക്തി. അപ്പൊ ഫോഴ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആർക്ക്, അതായത് കർമ്മം, ബലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യാൻ പറ്റുക. ആർക്ക് വേണ്ടി ചെയ്യണം? വിഷ്ണുവിനായിട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ കർമ്മമെല്ലാം വിഷ്ണുവിനായി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്തില്ല, അത് പാപമായിട്ട് മാറില്ല. അത് പണ്ടേ പറയുന്നതിന് ഇവിടെ ഒരു അശ്വമേധയാഗം എന്ന നിലയിൽ പറയുകയാണ്. അതായത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ ബലം ഉപയോഗിക്കണം. ബലം ഉപയോഗിച്ച് ഇനിയുള്ള കാലം എല്ലാം ഞാൻ ആ വിഷ്ണുവിനായിട്ടാണ് കർമ്മം ചെയ്യുന്നത് എന്ന നിലയിൽ കർമ്മം ചെയ്യുകയാണ്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ട അർത്ഥം. അല്ലാതെ കുതിരനൊക്കെ ചുട്ട് നിന്നല്ല പരിപാടി. ഒരു യാഗേലം നടത്തിയിട്ട് അവസാനം കുതിരനെ പിടിച്ച് ചുട്ട് നിന്ന പരിപാടിയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. കുതിര എന്ന് പറയുന്നത് വേദത്തിലെ ഫോഴ്സാണ്. കുതിരയുടെ മേധസ് എന്ന് പറയുന്ന മാംസമല്ല, ഫോഴ്സിന്റെ പിന്നിലുള്ള ആ ഊർജം, ശക്തി, ബലം. നമ്മളിങ്ങനെ അടിക്കുന്ന ഫോഴ്സിന് ഒരു ശക്തിയുണ്ട്. അതിന് മാഗ്നറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഫോഴ്സിന് മാഗ്നറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനുണ്ട്. ആ മാഗ്നറ്റ്യൂഡും ഡയറക്ഷനുമാണ് എന്ന് പറയുന്നത് മേധസ് എന്ന് പറയുന്നത്. എന്നിട്ട് 10 ശുഗൻ പറയുകയാണ്, ഇപ്രകാരം അവർ പ്രേരിപ്പിച്ചപ്പോൾ ദേവേന്ദ്രൻ വൃത്രനെ വധിച്ചു. ദേവേന്ദ്രൻ വൃത്രനെ വധിച്ചത് ദേവേന്ദ്രൻ ഞാൻ എന്ന ഭാവത്തിലാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വിഷ്ണുവിന് വേണ്ടി ചെയ്തതല്ല. ഞാനെന്ന ഭാവത്തിൽ രാജാവ് എന്നതിൽ തൻ്റെ കീഴിലുള്ള ആൾക്കാർക്ക് വേണ്ടി, ദേവന്മാർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവന് ബ്രഹ്മഹത്യാപാപം ബാധിച്ചു. ബ്രഹ്മഹത്യാപാപം എന്ന് പറഞ്ഞാല് ബ്രഹ്മം, യഥാർത്ഥ സത്യം എന്താണ്? ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഞാനും ബ്രഹ്മമാണ്, അതും ബ്രഹ്മമാണ്. ഞാൻ ഈശ്വരനാണ്, അത് ഈശ്വരനാണ്. ആ നിലയിൽ ഒരു ഈശ്വരൻ മറ്റേ ഈശ്വരനെ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൊല്ലുക എന്ന് പറയുമ്പോൾ ബ്രഹ്മഹത്യാപാപം തന്നെയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന നിലയിൽ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ശ്രീഹരി ചെയ്യുന്ന നിലയിൽ ചെയ്യുകയാണെങ്കിൽ പാപമില്ല. അപ്പൊ ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപം ബാധിച്ചു. 11
ആ പാപത്താൽ അദ്ദേഹത്തിന് സന്താപം തോന്നി. അത് അദ്ദേഹത്തിന് സുഖം തീരെ ലഭിച്ചില്ല. അപ്പൊ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവരെല്ലാം നേട്ടം ഉണ്ടാക്കി. ശത്രുക്കളെല്ലാം ജയിച്ച് ഭൂതലോകത്തിന്റെ പിന്നെ രാജാവുമായി അങ്ങനെ ദേവന്മാരുടെ എല്ലാം രാജാവായി വിലസുമ്പോൾ അദ്ദേഹത്തിന് സുഖം കിട്ടിയില്ല, സന്താപം ഉണ്ടായി. ലജ്ജിതനായ അവന് ഐശ്വര്യാദി ഗുണങ്ങൾ പോലും സുഖം നൽകിയില്ല. എല്ലാ ഐശ്വര്യങ്ങളും അവന് കിട്ടി, പക്ഷെ സുഖം മാത്രം കിട്ടിയില്ല. ഇത് 12-13 വരെ പറയുകയാണ്. അവന് ഒരു വലിയ ഭൂതം പിടിപെടുന്ന മാതിരിയാണ് അവൻ അനുഭവപ്പെട്ടത്. നമുക്ക് ഓരോ പാപം വന്നു കഴിഞ്ഞാൽ ഭയന്നു പോയാൽ നമ്മൾ ഏതോ ഒരു ഭൂതം പിടിക്കാൻ വരുന്ന വരുത്തോ, അതുപോലെ ചണ്ടാല സ്ത്രീ പോലെ വാർദ്ധക്യം ഭാവിച്ച് വിറയലോടെ ഒരു ചണ്ടാല സ്ത്രീ, ഒരു വല്ലാത്ത ഒരു ഭദ്രകാളിയുടെ രൂപത്തില് വാർദ്ധക്യം ബാധിച്ച് വിറച്ചുകൊണ്ട് ഒരു ക്ഷയം പിടിച്ച മാതിരിയുള്ള ഒരവസ്ഥ, ഒരു വല്ലാത്ത രൂപം, പിശാചുമാരിയുള്ളത് പറയുന്നതിനാണ് ഈ പറയുന്നത്. ക്ഷയം പിടിച്ച് ചോര പുരണ്ട വസ്ത്രവുമായി, വസ്ത്രത്തിലെല്ലാം ചോര കൊണ്ടിരിക്കുന്നത്, നരച്ച മുടി, അങ്ങനെ പാറി കിടക്കുന്ന ഒരു പിശാചിന്റെ രൂപത്തില് മത്സ്യത്തിന്റെ ഗന്ധം എല്ലാം ശരീരത്തിൽ നിന്ന് വരുന്നുണ്ട്. ആ ഗന്ധമുള്ള നിശ്വാസവായു, അവന്റെ വായിൽ നിന്ന് വരുന്ന മാറ്റമെല്ലാം മത്സ്യത്തിന്റെ ഗന്ധം മാതിരിയാണ്. പാഞ്ഞു വരുന്നു. ആ പാഞ്ഞു വരുന്ന ആ ബ്രഹ്മഹത്യാരൂപത്തെ അങ്ങനെയുള്ള ഒരു പിശാച് തന്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടാണ് ദേവേന്ദ്രൻ കണ്ടത്. അപ്പൊ 14 പറയാണ്, ദേവേന്ദ്രൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആകാശ ദിക്കിലേക്ക്, എല്ലാ ദിക്കുകളിലേക്കും ഓടി. ആകാശത്തിന്റെ 4 ഭാഗത്തേക്ക് അദ്ദേഹം ഓടി. കിഴക്ക് വടക്ക് ദിക്കിലേക്ക് വേഗം ചെന്നു. പിന്നെ കിഴക്ക് വടക്ക് ദിക്കിലേക്ക് ചെന്നിട്ട് മാനസ സരോവരത്തിൽ പ്രവേശിച്ചു. അപ്പം കിഴക്ക് വടക്ക് ദിക്കിലുള്ള മാനസ സരോവരത്തിൽ അവ പ്രവേശിച്ചിട്ട് 15 ഇന്ദ്രൻ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി ചിന്തിച്ച് 1000ഓളം വർഷം താമരത്തണ്ടിന്റെ നാരുകളിൽ കഴിച്ചുകൂട്ടി. താമരത്തണ്ടിന്റെ നാരുകളിൽ കഴിച്ചുകൂട്ടി 1000 വർഷത്തോളം. അപ്പോൾ ജലമുണ്ടായതിന് ശേഷം ലോകം 1000 വർഷങ്ങളോളം ഒരു സൃഷ്ടിയും ഇത്ര സൃഷ്ടി നടത്താൻ എല്ലാത്തിന്റെ പിന്നിലും നിന്നിട്ട് കർമ്മം ചെയ്തിട്ട് പൂർത്തീകരിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. 1000 വർഷത്തോളം ഇന്ദ്രനില്ലെങ്കിൽ പിന്നെ അതേപോലെ കിടന്നു പ്രപഞ്ചം. ജലമുണ്ടായതിന്റെ ശേഷം 1000 വർഷത്തോളം അങ്ങനെ ഇന്ദ്രൻ അടങ്ങി ഒഴുകി ഇന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം കഥ വെച്ച് കെട്ടിയിരിക്കുന്നത്. ആ നാരിൽ എന്ത് കിട്ടില്ല? അവിടെ ആഹാരമൊന്നും ഇല്ലാതെയാണ് അവനങ്ങനെ കഴിച്ചു കൂട്ടി. ആ നാരില് തണ്ടില്, താമരയുടെ തണ്ടിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ബ്രഹ്മത്തിന്ന് ആ താമരത്തണ്ടിൽ നിന്നാണ് സൃഷ്ടി തുടങ്ങേണ്ടത്. ആ തണ്ടിൽ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടി. അതായത് പിന്നെ പുരോഗമിക്കുന്നില്ല സൃഷ്ടിക്രമം. 16 ഇങ്ങനെ ഇന്ദ്രൻ മാനസ സരസിൽ ഒളിച്ചു കഴിയുന്ന സമയത്ത് ജ്ഞാനം, തപസ്, യോഗ സാധന മൂലാവക്കെല്ലാം നല്ല കഴിവുണ്ടായിരുന്ന, അപ്പൊ ഇന്ദ്രൻ അവിടെ പോയല്ലോ. അപ്പൊ അവിടെ ഒരു വേക്കൻസി വന്നിരിക്കുകയാണ്. അപ്പൊ ആ തൽക്കാലം ഒരാൾക്ക് ചുമതല കൊടുക്കണല്ലോ. അപ്പൊ നല്ല ജ്ഞാനമുണ്ട്, തപസ് ഉള്ള യോഗ സാധനയെല്ലാം അറിയുന്ന നല്ല കഴിവുണ്ടായിരുന്ന നഹുഷ രാജാവ് സ്വർഗം ഭരിച്ചു. അപ്പോൾ ചുമതല നഹുഷന്. അപ്പൊ എല്ലാം ഗുണങ്ങളെല്ലാം ഉള്ളവനാണ്. പക്ഷെ സമ്പത്ത്, പ്രഭുത്വം മുതലായ മത്ത് പിടിച്ചവൻ ഇന്ദ്രാണിയാൽ ഇഴജന്തുവായിട്ട് മാറ്റപ്പെട്ടു. അപ്പൊ ആ കാലത്ത് ഇന്ദ്രാണിയാൽ
മത്ത് പിടിച്ചു. സമ്പത്ത് പ്രഭുത്വം മൂലം ഉണ്ടായപ്പോൾ മത്ത് പിടിച്ചിട്ട് ഇന്ദ്രാണിയാൽ ഇഴജന്തുവായിട്ട് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ദ്രാണിയെ അവൻ മോഹിച്ചിട്ടുണ്ട്. അഹങ്കാരം മുതൽ ഇന്ദ്രന്റെ ഭാര്യയെ പോലും ഇന്ദ്രാണിയെ പോലും മോഹിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ശാപം കൊണ്ടാണ് പിന്നെ എന്തായിട്ട് മാറിയത്? ഇഴജന്തുവായിട്ട് മാറിയത്. അപ്പൊ ആ കാലഘട്ടത്തില് ജലമുണ്ടായതിന്റെ ശേഷം ഇഴജന്തുക്കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി 17 ശ്രീഹരിയെ സദാ ധ്യാനിച്ചു കഴിഞ്ഞ ദേവേന്ദ്രൻ. അപ്പം ദേവേന്ദ്രൻ അവിടെ എപ്പോഴും ശ്രീഹരിയെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പാപമെല്ലാം അകന്നപ്പോൾ ബ്രഹ്മാവിന്റെ വചനപ്രകാരം, അപ്പം ബ്രഹ്മാവ് പറഞ്ഞാൽ പാപം തീർന്നിരിക്കുന്ന ഇനിയും പോകുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് തിരിച്ചെത്തി. കാരണം ഇവിടെ വേറെ ആളെ ഏൽപ്പിച്ചിട്ടൊന്നും കാര്യം ശരിയാകുന്നില്ല. അതുകൊണ്ട് വരാതിരിക്കും. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, നീ പാടം തന്നെ ചെല്ലുന്നുണ്ട്. ഈശാന കോണിലാണ് ആര് പോയത്? അദ്ദേഹം പോയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ആ രൂപമെല്ലാം നശിച്ചു ഒരുമാതിരി ഒരു വഴിക്കാണ്ടിയാണ്. കാരണം ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ പുറത്തു വരുന്ന ഇന്ദ്രനെ ഏത് വരി ഇരിക്കുന്നു നമുക്ക് ഊഹിച്ചാൽ മതി. അതല്ല, അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ലക്ഷ്മി ഭഗവതിയുടെ സംരക്ഷണമുള്ള മൂലയായതുകൊണ്ട് ആ ദോഷം അദ്ദേഹത്തെ ബാധിച്ചില്ല. അത് ലക്ഷ്മി ഭഗവതിയുടെ സ്ഥാനമായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ദൂഷ്യം വെച്ച, അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിന് വേറെ കോട്ടമൊന്നും സംഭവിച്ചില്ല. അപ്പോൾ 18 പറയാണ്, ഋഷിമാരെല്ലാം അവിടെ എത്തി. അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ പാപം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അശ്വമേധയാഗം നടത്തണം. ശ്രീയാരെ ആരാധിച്ചുകൊണ്ടുള്ള അശ്വമേധ യാഗത്തിലൂടെ അദ്ദേഹത്തെ പാപമുക്തനാക്കി പോയി. അപ്പൊ ശ്രീഹരിയെ ആരാണ് ആരാധിച്ചത്? ബ്രാഹ്മണരാ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാല് വേദപണ്ഡിതരാ. വേദത്തിന്റെ സഹായത്താല്, സയൻസിന്റെ സഹായത്താല് എന്ത് ചെയ്തു? ശ്രീഹരിക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ പിന്നെ ശാസ്ത്രങ്ങൾ ഡെവലപ്പായി. ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് ശ്രീഹരിയെ അവർ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ, ശ്രീഹരിയെ ആരാധിച്ചു കഴിഞ്ഞാൽ മതി, അദ്ദേഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. ആര്? ഋഷികൾ. വേദങ്ങൾ മുഴുവൻ ആ സമയത്ത് ഉരുത്തിരിഞ്ഞു വന്നു എന്ന നിലയിൽ കാണണം. അതോടുകൂടി ഇതിലും 19-20 പറയാം, വേദപണ്ഡിതരായ മാമുനിമാർ നടത്തപ്പെട്ട അശ്വമേധ യാഗത്തിലൂടെ സകല ദേവന്മാരുടെയും രൂപം ഉൾക്കൊള്ളുന്ന പുരുഷോത്തമനാൽ ദേവേന്ദ്രന്റെ പാപമെല്ലാം നിശേഷം മാറ്റപ്പെട്ടു, സൂര്യനാൽ മഞ്ഞ് മാറ്റപ്പെടുന്ന പോലെ. അപ്പം ആ കാലഘട്ടത്തില് ഋഷികള് വേദങ്ങളിലൂടെ ശാസ്ത്രതത്വങ്ങള് പ്രചരിപ്പിച്ചുകൊണ്ട്, അതായത് മന്ത്രങ്ങൾ ആർക്ക് വേണ്ടിയിട്ട്? വിഷ്ണുവിന് വേണ്ടിയിട്ട് ഉരുക്കഴിച്ചു. അപ്പൊ ശാസ്ത്രതത്വങ്ങളാണ് ആദ്യം. ഇനി സൃഷ്ടിക്കുള്ള ശാസ്ത്രതത്വങ്ങള്, ഇനി സൃഷ്ടി അടക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ആ സമയത്താണ് ഉരുത്തിരിഞ്ഞു വന്നത്. അതിലൂടെ ആർക്ക് വേണ്ടിയാണത്? വിഷ്ണുവിന് പുതിയൊരു ലോകം ഉണ്ടാക്കാൻ വേണ്ടി. പകുതി കുറച്ച് ഭാഗം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ജലം വരെ എത്തിയിട്ട്. അപ്പൊ അതിന്റെ ശേഷമുള്ള ശാസ്ത്രങ്ങള് ആവിർഭവിച്ചു എന്ന നിലയിൽ ഇതിനെ കണ്ടാൽ മതി. അവര് ആരെ ആരാധിച്ചു? ഋഷികളെല്ലാം. ഋഷികളിലൂടെയാണല്ലോ വേദങ്ങള്. അതാണ് വേദപണ്ഡിതരായ എന്ന് പറഞ്ഞത്. അപ്പൊ വേദങ്ങളെല്ലാം ശാസ്ത്രമാണല്ലോ ആദ്യം മുന്നിട്ട് കടക്കേണ്ടത് എന്താണ്? ശാസ്ത്രമാണ്. സയൻസിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഈ സമയത്തെല്ലാം പുതിയ പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്ന ശാസ്ത്രങ്ങൾ അങ്ങനെ പുറത്തേക്ക് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ആ സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രേരക ശക്തികളാണ് പിന്നെ പുതിയ പുതിയ ജീവജാലങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെ ഇന്ദ്രനാണല്ലോ അതിന്റെ നേതൃത്വം എടുക്കേണ്ട ആര് തന്നെയാണ്? ഇന്ദ്രൻ തന്നെയാണ്. വേദങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിലും എന്ത് കർമ്മമുണ്ടെങ്കിലും അതിന്റെ പിന്നില് ഇന്ദ്രനും ഉണ്ടാകും. അപ്പൊ ഇന്ദ്രന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ യജ്ഞം നടത്തുന്നത്.
നമ്മളെല്ലാം കൊടുക്കുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. അപ്പം ശ്രീഹരിക്ക് വേണ്ടി എന്ന നിലയിലാണ് അശ്വമേധയാഗം. ആർക്ക് വേണ്ടി? ശ്രീഹരിക്ക് വേണ്ടി. പിന്നെയുള്ള കർമ്മങ്ങളെല്ലാം ശ്രീഹരിക്കായതുകൊണ്ട് പാപമില്ല. ഇനി 21 മരീചി മുതലായ ഋഷിമാര് നഷ്ടപ്പെട്ട ശാസ്ത്രത്തിന് നടത്തപ്പെട്ട ശാസ്ത്രീയ പ്രകാരമുള്ള അശ്വമേധയാഗത്താൽ ഇപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് ശാസ്ത്രവിധി പ്രകാരമാണ് മരീചി മുതലായ ഋഷികളെല്ലാം അശ്വമേധയാഗം നടത്തിയത്. അപ്പം സയൻസിന്റെ പ്രായോഗിക വശം ആദ്യം സയൻസാണ് രൂപപ്പെട്ടു വരുന്നത്. അതെല്ലാം ആരുടെ? മരീചി മുതലായ ഋഷികളിലൂടെ. അങ്ങനെയാണ് അശ്വമേധയാഗം നടത്തിയത്. സയൻസിലൂടെ, ശാസ്ത്രത്തിലൂടെയാണ് അശ്വമേധയാഗം നടത്തിയത്. അതായത് ശാസ്ത്രത്തിലൂടെ ഇനിയുള്ള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു എന്ന നിലയിൽ കണ്ടാൽ മതി. അതോടെ ശ്രീഹരിയിലൂടെ ഇന്ദ്രൻ പാപമകന്ന് മഹത്വം സിദ്ധിച്ചവനായി ഭവിച്ചു. അതോടുകൂടി ആ ശാസ്ത്രജ്ഞാനവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ദ്രൻ പിന്നെ ആദ്യം എന്തായി? വളരെ ആക്റ്റീവായി. എന്നിട്ട് പറയാണ്, ഇത് ഏത് അശ്വമേധയാഗം സമസ്ത ദുരിതങ്ങളെയും നീക്കിക്കളയും. ശ്രീഹരിയുടെ ഭക്തിയിൽ അടിയുറച്ചതും ഇന്ദ്രന്റെ തന്നെ വിശിഷ്ട ജയത്തെ ആസ്പദമാക്കിയതാണ് ഇത്. ഇന്ദ്രന്റെ അനുഭവത്തിലൂടെ വെളിച്ചത്ത് വന്നതാണ് ഈ അശ്വമേധയാഗത്തിന്റെ ഗുണം. ഇന്ദ്രകഥയിലൂടെയാണല്ലോ ഇത് പറഞ്ഞു തരുന്നത്. ഇന്ദ്രന്റെ പാപം പോലും നീക്കിയത്. അതോ ശ്രീഹരിയുടെ ഭക്തിയിൽ അടിയുറച്ചതാണ് ഇത്. അപ്പൊ ശ്രീഹരിയുടെ ഭക്തിയിൽ, ശ്രീഹരിക്ക് വേണ്ടി നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മത്തിനെയാണ് നമ്മൾ കർമ്മം ചെയ്യണം. ബലം ഉപയോഗിച്ച്, ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ പിന്നിൽ എന്തുണ്ടാവും? അതിന്റെ അളവ് എല്ലാം ഉണ്ടാവും. അതാണ് മേധസ്. ഒരു ബലത്തിന്റെ മേധസ് എന്ന് പറയുന്നത് അതിന്റെ അളവും ഡയറക്ഷനുമാണ്. ഏത് ദിശയിലാണ് ആ ബലം പ്രയോഗിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനുണ്ട് ഓരോ ഫോഴ്സിനും. അതാണ് അതിന്റെ മേധസ്. അല്ലാതെ കുതിരയുടെ ഇറച്ചി ചുട്ടു നിന്നാലല്ല. അതാർക്ക് വേണ്ടി ചെയ്യുക? ഇന്ദ്രന് വേണ്ടി ചെയ്യുക. അപ്പൊ ഇന്ദ്രന് വേണ്ടി ചെയ്തു കഴിഞ്ഞാല് പാപമില്ലാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടിയല്ല, ഞാനെന്ന ചിന്ത വെച്ചിട്ടല്ല. എല്ലാം ആ ശക്തിയാണ്, ആ ശക്തിക്ക് വേണ്ടി. ഋഷികളെല്ലാം ആ ചിന്താഗതി മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് അവർ വേദങ്ങൾ എഴുതി തന്നത്. അവർ തന്നെ മറന്നുകൊണ്ട് പാടുപെട്ട് വേദങ്ങള് എത്രയോ കാലം കൂടി ഇരുന്നിട്ട് എഴുതി. ഇതെത്രയും എഴുതി വെക്കണ്ടെങ്കിൽ എത്ര പാടുണ്ട്. അതുകൊണ്ട് അവർക്കെന്താണ്? വല്ലതും കിട്ടിയ, വല്ല തുകയും കിട്ടിയ. ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പുസ്തകം വിറ്റിട്ട് പൈസയാക്കാം. അവർക്കെന്ത് കിട്ടി? ഒരു ചുക്കും കിട്ടിയില്ല. ആദ്യം ഇവിടെ കൊടുത്തിട്ട് അവരവരുടെ പാട്ടിലേക്ക് പോയി. അപ്പൊ അത് ശ്രീഹരിക്ക് വേണ്ടിയുള്ള കർമ്മമാണ്. ഋഷികൾ ആ സമയത്ത് വേദങ്ങൾ ഉത്ഭവിച്ചു എന്ന നിലയിൽ കണ്ടാൽ മതി. ഇനി 23 അവസാനം പറയുകയാണ്, ഇന്ദ്രിയ ബലവും സമ്പത്തും കീർത്തിയും പാപനിവൃത്തിയും എല്ലാ മംഗളവും നൽകുന്നതും ദീർഘായുസ് നൽകുന്നതും ഇതെല്ലാം നൽകുവാൻ, ദീർഘായുസെല്ലാം നൽകുവാൻ കഴിവുള്ള ഈ പറഞ്ഞ പുരാവൃത്തത്തെ, ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തന്ന ഈ പുരാവൃത്തത്തെ എല്ലാവരും എപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും പറ്റില്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലെങ്കിലും പാരായണം ചെയ്യട്ടെ. അപ്പൊ ഇത് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യണം. എന്താണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്? അടിസ്ഥാനം എന്താണ്? എല്ലാ പാപങ്ങളും അശ്വമേധയാഗത്തിലൂടെ തീരും. ഇപ്പം നമ്മളുടെ ജീവിതത്തില് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ
ബലം ഉപയോഗിച്ച് നമ്മളെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക, ഇടിക്കുക, പൊടിക്കുക എല്ലാം ചെയ്യുക. എന്ത് ചെയ്യുന്നതും വായ ചലിപ്പിച്ചിട്ടല്ലേ ശബ്ദം ഉണ്ടാക്കുന്നത്. അത് ബലം തന്നെയാണ്, ഫോഴ്സാണ്. ഫോഴ്സ് ഉപയോഗിച്ച് അപ്പോൾ കർമ്മം ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുക? ശ്രീഹരിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അതാണ് അശ്വമേധ യാഗം. അങ്ങനെ കർമ്മം ചെയ്താൽ, അശ്വമേധ യാഗം ചെയ്താൽ എന്തില്ല? പാപമില്ല. നിങ്ങൾ എന്ത് പാപം ചെയ്താൽ പാപമില്ല. നേരത്തെ പറഞ്ഞു ശ്രീഹരിയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട്. നാമം ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ ശക്തിയെ ഓർത്തുകൊണ്ട് ചെയ്യുകയാണ്. ആ ശക്തിയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്, ഓർക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ശ്രീഹരിക്കായിട്ട് ചെയ്തു കൊടുക്കുക. അതാണ് അശ്വമേധ യാഗം. എന്തില്ല? പാപമില്ല. ആ സത്യം മനസ്സിലാക്കണം.